ഇന്ന് കേരളത്തിൽ വോട്ടിംഗ് ദിവസമാണ്. ഞാനിവിടെ കൊച്ചി വാട്ടർ മെട്രോയിലാണ്. പിന്നെ നിങ്ങൾ ചുറ്റും കാണുന്നത് മനോഹരമായ ഒരു യാത്രയാണ്. കൊച്ചിയെ ചുറ്റുമുള്ള എല്ലാ ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംയോജിത ജലഗതാഗത സംവിധാനമാണിത് യഥാർത്ഥത്തിൽ. കൂടാതെ യഥാർത്ഥത്തിൽ ഈ ആളുകളിൽ ഭൂരിഭാഗവും ഇവിടെ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വരുന്നതിന് മുൻപ് വോട്ട് ചെയ്ത കുറച്ചു പേരുമുണ്ട്. ഈ യാത്രയ്ക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ വോട്ട് ചെയ്തോ? അല്ലേ? അതെ സർ. എവിടെ? തൃശ്ശൂരിലാണോ? തൃശ്ശൂർ. ഓക്കെ. നിങ്ങളും കുടുംബവും ബാക്കിയുള്ള ദിവസം ഉപയോഗിക്കുന്നത് ഒരു അവധിയെടുക്കാൻ? അതെ. ഓക്കെ. ഈ ആളുകളിൽ പലരും യഥാർത്ഥത്തിൽ വിനോദസഞ്ചാരികളാണ്. അവരിൽ ചിലർ വോട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനെന്ത് അങ്ങോട്ട് നടക്കട്ടെ? അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഉല്ലാസ യാത്രയിലാണല്ലേ? അതെ. ഓക്കെ. നിങ്ങളൊരു അവധിയിലാണോ അതോ നിങ്ങൾ പോയി വോട്ട് ചെയ്യുകയും ചെയ്തോ? ഇതൊരു അവധിയാണ്. അതെ. നിങ്ങളുടെ ഇതൊന്ന് കാണിച്ചേ. ഞാൻ വോട്ട് ചെയ്തു. രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ രാവിലെ ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം അതായിരുന്നല്ലേ? അതെ. കേരളം അങ്ങനെ അല്ലാതെ തന്നെ വളരെ വളരെ നന്നായി വോട്ട് ചെയ്യാറുണ്ട്. ഇത്തവണ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഉച്ചയോടെ വോട്ടിംഗ് 50% മുകളിലാണ്. അതെ. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വോട്ടിംഗ് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ശരി, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങൾ വോട്ട് ചെയ്തു. നിങ്ങളൊരു ഉല്ലാസ യാത്രയിലാണ്. പക്ഷെ നിങ്ങളുടെ കടമ നിർവഹിച്ചിട്ടാണ് വന്നത്. നിങ്ങളുടെ വിരലൊന്ന് കാണട്ടെ. അതെ, ഞാൻ വോട്ട് ചെയ്തു. സർ, തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കണമായിരുന്നു. ജനാധിപത്യം, അതായത് അത് തഴച്ചു വളരണം. അതെ. കേരളം അല്ലെങ്കിൽ തന്നെ ഏകദേശം 80% വോൾട്ടേജ് ഉള്ളതിന് പേര് കേട്ടതാണ്. യഥാർത്ഥത്തിൽ അത് ഒരിക്കലും 80% കടന്നിട്ടില്ല. എന്നാൽ ഇത്തവണ SIR കൂടി നടക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിരിക്കുന്ന ലക്ഷ്യം ഏകദേശം 85% ഒക്കെ വോട്ടിംഗ് ഉണ്ടാകണം എന്നതാണ്. നിങ്ങളുടെ കുടുംബവും വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ആദ്യ തവണ വോട്ടറാണോ? ഇല്ല, രണ്ടാമത്തെ. രണ്ടാം നന്ദി. അതിൽ ആവേശമുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് കരുതി? നിങ്ങളെ അച്ഛൻ സ്വാധീനിച്ചോ അതോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇല്ല, എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ചെറുപ്പക്കാരെ, നിങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങളൊരു വോട്ടർ അല്ല. വോട്ട് ചെയ്യാൻ പ്രായമായിട്ടില്ല, അതിനായി കാത്തിരിക്കുന്നു. അതെ. ഇല്ല, ഞങ്ങൾ അത്ര രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല. ഇനി എങ്ങോട്ട്? ഓക്കെ മാം, നിങ്ങളും വോട്ട് ചെയ്തു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ആളുകൾക്ക് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ലക്ഷ്യം 85% കൂടുതലാണ്. അതാണ് ലക്ഷ്യം. അത് മറികടക്കാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോയിൽ ക്യാമറ പേഴ്സൺ പോൾ രാജിനൊപ്പം ഡീകോഡറിന് വേണ്ടി കുമാർ സുധീർ.